ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാ നല്ല ചൂടാവി പറക്കുന്ന ചില്ലി ഗോബി കണ്ടാലൊന്നും കഴിക്കാൻ തോന്നും അല്ലേ? യെസ്, അപ്പം നമുക്ക് ചില്ലി ഗോബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ? വേഗം വായോ. ഇതാ ഞാനിപ്പോൾ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഞാനിതിൽ ജസ്റ്റ് മുളക് പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കോൺഫ്ലവർ ഇത്ര ഇട്ടിട്ട് മിക്സ് ചെയ്താണ് ഒരു 15 മിനിറ്റ് വെച്ചു റെസ്റ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുവാണ്. പതിയെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒത്തിരി വലിയ പീസായിട്ടല്ല, ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡായി കഴിയുമ്പോൾ. യെസ്, ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഇടാം. അടുത്ത സെറ്റ് കോളിഫ്ലവർ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് കറിയിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ്. അപ്പോൾ ഇതിലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ട് വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കിത് എടുക്കുമ്പോഴത്തേനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരത്തെ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് നമ്മൾ എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേനും ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഞാനൊരു മീഡിയം സൈസ് സവോളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവോളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഞാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഫ്ലെയിം കുറച്ച് വെക്കേണ്ട കാര്യമില്ല, നല്ല പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഈ ചൈനീസ് ഡിഷസൊക്കെ ചെയ്യാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫ്ലെയിം ഹൈ ആയിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായിട്ട് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സവോളയും ക്യാപ്സിക്കും ഒക്കെ നല്ലപോലെ ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ സോസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. സോസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം ചേർക്കാണ്ട് ലാസ്റ്റ് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവറും ചേർത്ത് ജസ്റ്റ് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം തിക്കാണ്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുക്കി ഒരു ഗോബി മഞ്ചൂരിയൻ ആ സ്റ്റൈലിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ ആ ടൈമിൽ കോൺഫ്ലവർ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായതുകൊണ്ട് ഞാനിപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്യുന്നില്ല.
യെസ്, ഇതാ നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, സെറ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം എന്താ തിക്കാണ്, അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് കുറുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു മഞ്ചൂരിയൻ ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ മിക്സ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്നത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, കോൺഫ്ലോർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. യെസ്, അപ്പോൾ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.